നെക്സ്റ്റ് ടാസ്ക് വാസ് ദ ചൂസ് ഓഫ് സ്യൂട്ടബിൾ ബനിയൻ സാപ്ലിംഗ്. ബനിയൻ്റെ ട്രീസിന് സ്യൂട്ടബിൾ ആയ തൈകൾ കൊണ്ട് നട്ടു. ദ ഫൈനലി പ്ലാന്റഡ് 300 സാപ്ലിംഗ് ഫുഡ് അപ്പ് ദ തോമി ബുഷസ് ഓഫ് എറൗണ്ട് ടു എൻഷുർ ദ കാറ്റിൽ ഡിഡ് നോട്ട് ഈറ്റ് അപ്പ് ദ ടെൻഡർ ട്രീ. കാറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല? കാറ്റിൽ പിന്നെ തിന്നൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. കാറ്റിൽ തിന്നാതെ എന്ത് ചെയ്തു അവർ? അത് നോക്കണ്ടേ, ഇത് അവിടെ പ്ലാൻ ചെയ്ത് നട്ടു പോയിട്ട് കാര്യമല്ല. എന്ത് ചെയ്യണം? അതിനെ നല്ല സംരക്ഷിച്ച് കുട്ടികളെ എന്ന പോലെ വളർത്തണം. ഒന്നാമത് വരെ കുട്ടികളില്ല, അഡോപ്റ്റ് ചെയ്യാൻ വിചാരിച്ചവർ അഡോപ്റ്റ് ചെയ്തത് ബനിയൻ ട്രീ ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി വളർത്താൻ ഒരു ഉത്തരവാദിത്വം കടമയൊക്കെ ആര് ചെയ്തു? തിമ്മക്ക ചെയ്തു. തിമ്മക്ക ബ്രോഡ് വാട്ടർ ഇറ്റ് പോട്ട്സ് ആൻഡ് ഫ്രം ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ടു പ്യൂർ ടു ദ സാപ്ലിംഗ് എവറി ഡേ ഡ്യൂറിങ് ദ ആക്ഷൻ ഓഫ് റൂട്ട്സ് ടു ദ മേക്ക് ദൻ ഡീപ്പ്, അല്ലേ? റൂട്ട്സ് ടു ഡീപ്പ്, എങ്ങോട്ട്? അണ്ടർഗ്രൗണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഡീപ്പ് ചെയ്ത് ആഴത്തിലേക്ക് അതിൻ്റെ റൂട്ട്സ് ഇറങ്ങിയാലേ എന്താവുള്ളൂ? നമ്മളെ സോയിൽ ഇറോഷൻ ഒക്കെ ഇല്ലാതാവാനും പിന്നെയോ പരിസ്ഥിതിയിൽ ഒരു പച്ചപ്പ് നിലനിർത്താനും പക്ഷികൾക്കും ജന്തുക്കൾക്കും ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥ കിട്ടാനൊക്കെ എന്ത് കാരണമായി? നമ്മുടെ തിമ്മക്കയുടെ ഈ ഒരു നല്ല പ്രവൃത്തി കൊണ്ട് കാരണമായി. ആൻഡ് എൻഷുർ ദ പ്ലാൻസ് ഫോർ 10 years ഇറ്റ് വാസ് ടൈം ഓഫ് സ്പെൻഡ് വെൽ ഇൻ ഗേസർ എ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് പ്രൈഡ്. അതായത് ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞു കവിഞ്ഞു അഭിമാനം, പ്രൈഡ്. കാരണം അവിടെ മൊത്തം എന്തായി? ബനിയൻ ട്രീ പടർന്നു പന്തലിച്ചു. ഈവൻ ആസ് എ കപ്പിൾ നേഴ്സ് ദ സാപ്ലിംഗ് ആൻഡ് ഷി വാസ് വർക്കിംഗ് ആൻഡ് എ ക്വാറി ഫോർ ദിയർ ഹാൻഡ് ടു മൗത്ത് ആൻഡ് എക്സിറ്റ്. ക്വാറിയിലാണ് ജോലി ചെയ്യുന്നത്. ക്വാറി സ്പെല്ലിംഗ് QUARRY, ക്വാറി ഫോർ ജോബ്. ആൻഡ് ഷീ കുഡ് നോട്ട് ടു ഗോ ക്വാറി വിത്ത് വുഡ് ഹാവ് നത്തിങ് ടു ഈറ്റ് ദാറ്റ് ഡേ. എന്താണ്? ചില ദിവസങ്ങൾ അവർ എന്താണ് എത്ര ഇതായാലും ക്വാറിയിൽ പോയിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ, അത് മീൻസ് ബനിയൻ ട്രീസിനെ നന്നായിട്ട് പരിചരിക്കുന്നു. ട്രൂ ഹെർ വർക്ക് ഹാസ് ബാക്ക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാറിയിൽ പോയാൽ ബാക്ക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നട്ടല് വരെ പോണ രീതിയിലുള്ള ജോലി, കഠിനാധ്വാനമാണ് ക്വാറിയിൽ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ബാക്ക് ബ്രേക്കിംഗ്. ആൻഡ് ബട്ട് ഷീ കുഡ് നോട്ട് നെഗ്ലക്ട് ദ ട്രീസ് ഐദർ. ഇതൊക്കെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതും കേട്ടോ. നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എന്താണ് ട്രീസ്? അതിനകത്ത് ഷീ വുഡ് ഗോ ദ റോഡ് ആൻഡ് അറ്റൻഡ് ദി ബിഫോർ ടു ബ്രേക്ക് ദ ഡൗൺ ആൻഡ് ബ്രേക്ക് ദ പ്രഭാതം, DAWN മീൻസ് പ്രഭാതം. അത്രയും പുലർച്ചക്ക് തന്നെ വന്നിട്ട് അവിടെയൊക്കെ നോക്കി അനലൈസ് ചെയ്ത് ആര് പഠിച്ച് തിന്നണോ, കാറ്റിൽ തിന്നോ മറ്റത് തിന്നോ ജന്തുക്കൾ അത് കഴിച്ചോന്നൊക്കെ നോക്കിയിട്ടാണ്. കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ എത്രത്തോളം കെയറിങ് ആവും, അതേ ഒരു കെയറിങ് ആരും നടത്തി എന്നാണ് തിമ്മക്ക. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു? ദേ ആർ ഓൾസോ വേഴ്സ് വിത്ത് എസ്റ്റിമേറ്റഡ് 55 crore ആൻഡ് നൗ ഇൻ ദ പ്രൈം ദെയർ ലൈവ്സ് ഇൻ 284 ദാറ്റ് റൂട്ട് പ്രൊവൈഡ് ഗ്രീൻ കാനോപ്പി ഫ്രം 3 kilometers. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിന്നെ 300 തൈകൾ നട്ടിട്ട് എത്ര തൈകളാണ് കിട്ടിയത്? 284 ഇതായിട്ട് നട്ടിട്ടുള്ളൂ, പിടിച്ചിട്ടുള്ളൂ. 300 എണ്ണം അവിടെ നട്ടു എന്ന് വിചാരിച്ച് ഫുള്ളും അവിടെ എന്ത് ചെയ്യുന്നില്ല, ആവണമെന്നില്ല. ബാക്കി കുറച്ചൊക്കെ പോവും. എന്നാലും 300 എണ്ണം ഇതാക്കിയിട്ട് 284 നമുക്ക് കിട്ടിയിട്ടുണ്ട് തൈകൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി ഈ അടുത്തിടെ അത് വിൽക്കുകയാണെങ്കിൽ എത്ര പൈസ കിട്ടുമെന്നാണ് പറയുന്നത്? 85 crore, 85 കോടി പൈസക്ക് എന്തെങ്കിലും ആ ഒരു ആൽമരം ഉണ്ടാവും. പക്ഷെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷേ അത്രക്കും ബെനിഫിറ്റും അത്രക്കും പ്രോഫിറ്റും കിട്ടുന്ന ഒരു ലെവലിലേക്ക് ചെയ്യൂല എങ്കിൽ എൻവയോൺമെൻറ്റൽ സേഫ്റ്റി ആൻഡ് ദ സേവിങ് ഓഫ് എന്ത് വാട്ടർ, ട്രീസ്, എൻവയോൺമെൻറ്റൽ ആൻഡ് അതർ നീഡ്സ് അവർ ലിവിങ് തിങ്സിൽ, നമ്മുടെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിന്, ജന്തു ജീവജാലങ്ങൾക്ക്, ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും സോയിൽ ഇറോഷൻ തടയാനും എല്ലാത്തിനും പരിസ്ഥിതിക്ക് വേണമെങ്കിൽ നല്ലൊരു കാര്യം ചെയ്ത തിമ്മക്കാണ് എന്ത് കിട്ടിയത്? ലാസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അസ്ട്രോണമി. എന്താണ് അസ്ട്രോണമി? വാന നിരീക്ഷണം നിങ്ങൾ കേട്ടിട്ടില്ലേ? അസ്ട്രോണമേഴ്സ്. എന്താണ് അസ്ട്രോണമേഴ്സ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് വൈ ഡു ആസ്ട്രോണമേഴ്സ് തിങ്ക് ദെയർ മേ ബി ലൈഫ് ടു മാസ്. ഈ ഒരു കഥയിൽ നമുക്ക് പറയാനുള്ളത് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹം, നമ്മുടെ ഒരു പ്ലാനറ്റാണ് മാസ്. ചൊവ്വ എന്ന് മലയാളത്തിൽ, ചൊവ്വ ഗ്രഹം ഭൂമിയുടെ അല്ല സൂര്യനിൽ നിന്ന് ഏകദേശം ഭൂമിയുടെ സൂര്യനിൽ നമുക്കറിയാം നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട്? 9 planets ഇൻ അവർ വേൾഡിൽ അല്ലെ, എർത്തിൽ, ഭൂമിയിലല്ല, മൊത്തത്തിൽ ഇതിലുള്ള അല്ല, ആകാശത്ത് എത്ര ഉണ്ട്? സൂര്യന് ചുറ്റും എത്ര ഗ്രഹം കറങ്ങുന്നുണ്ട്? 9 പക്ഷെ ഒന്നിനെ നമ്മൾ യുറാനസിനോ പ്ലൂട്ടോണോ എന്തോ മാറ്റിയില്ല, എന്തോ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ 8
പ്ലാനറ്റ്സ് ഉള്ളൂ. ഈ 8 പ്ലാനറ്റ്സിൽ തന്നെ നമ്മുടെ മാർസ്, ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? സൂര്യനിൽ നിന്നും കുറച്ച് അപ്പുറത്ത്, നമ്മൾ ഭൂമി നിൽക്കുന്നതിന് കുറച്ച് തൊട്ടപ്പുറത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ചൊവ്വ. ഈ മാർസിൽ. അപ്പോൾ ഈ പാഠഭാഗത്തിലെ കണ്ടന്റ് ജസ്റ്റ് നേരത്തെ മിസ് പറഞ്ഞ പോലെ, തിമ്മക്കേൻ്റെ കഥ പറഞ്ഞ പോലെ ഇതിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് സംശയം. ആർക്ക്? സയൻറ്റിസ്റ്റിന്. മീൻസ് ഈ ഒരു ശാസ്ത്രജ്ഞർക്ക്. കാരണം അവിടെ ജീവൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ജീവനുള്ള അവസ്ഥ? അവർ ആ ജീവന് പിന്നെ ഭൂമിയെ പോലെ തന്നെ മനുഷ്യരുള്ള ജീവനാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് കുഞ്ഞു മീൻസ് ജസ്റ്റ് ഒരു ലൈഫ് മീൻസ് എന്താ പറയുക, എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയ എടുക്കാം. ബാക്ടീരിയക്ക് എന്താ ജീവൻ ഉണ്ടാവും, പക്ഷേ അത്ര വലിയ അതൊരു ജീവനുള്ളതെന്ന് പറയാനും പറ്റില്ല അല്ലേ ബാക്ടീരിയ. പക്ഷേ മനുഷ്യനായിരിക്കും, മനുഷ്യനാണ് ഏറ്റവും നല്ല ജീവനുള്ള വസ്തു. മനുഷ്യരാണ്, നമ്മളെ ഭൂമിയിൽ മനുഷ്യരാണ്. ഇപ്പോൾ നമ്മളെ ഭൂമി. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ അത് ഒബ്സർവ് ചെയ്യാണ്. MARS മാർസ് എന്ന ഗ്രഹത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ ഇങ്ങനെ കാണുന്നുണ്ട്, ഗ്രീൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ജസ്റ്റ് ഗ്രഹം, നമ്മുടെ ഭൂമിയെ നമ്മൾ ജസ്റ്റ് വരയ്ക്കുമ്പോൾ, നമ്മുടെ ഗ്ലോബ് ഭൂമിയെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഗ്രീന് കാണിക്കുന്നത് യെല്ലോ ഒക്കെ നമ്മൾ കാണൂല. ഗ്രീൻ കാണിക്കുന്നത് നമ്മൾ അധികം എന്താണ്, സമുദ്രത്തെ കാണിക്കുന്ന ഒരു ഇത് കാണിക്കും, നീല വരയ്ക്കും. അതായത് ഫീൽഡ്സ്, വയലുകൾ, അതൊക്കെ ഒരു യെല്ലോ ഷെയ്ഡിൽ കാണിക്കും. നമ്മളങ്ങനെയാണല്ലോ അതിൻ്റെ നമ്മൾ ആർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേപോലെ മാർസിനെ ഇവരിങ്ങനെ തിരയുമ്പോൾ മാർസിൽ മൊത്തം യെല്ലോ കാണുമ്പോൾ ഇതെന്താ മാർസിനെന്താ പിന്നെ ലൈഫ് ഉണ്ടോ, ലൈഫ് ഇല്ലേ എന്നൊക്കെ ആർക്ക് സംശയം വരും. നമ്മുടെ സയൻറ്റിസ്റ്റിന് ചൊവ്വാഗ്രഹത്തെ പറ്റിയുള്ള ഒരു പഠനം, ഒരു അനലൈസേഷൻ ഓഫ് മാസ് പ്ലാനറ്റ് അല്ലേ, ചൊവ്വാഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ അസ്ട്രോണമി എന്നുള്ളത്. മീൻസ് വായിക്കിൻ ഒബ്സർവിങ് മാസ് astronomers have to received certain things in the indicate from the life of the possible observer. First of all, Mars can, as you know, scientists are now to conducting all kinds of experiment to see that can be found anywhere in the universe. അല്ലേ, പൊതുവെ ശാസ്ത്രജ്ഞന്മാരുടെ പൊതു സ്വഭാവം എന്താണ്? വാട്ട് ഈസ് ദ നാച്ചുറൽ ക്യാരക്ടർ ഓഫ് സയൻറ്റിസ്റ്റ് ഇൻ എന്ത് സയൻറ്റിസ്റ്റാണ്? നമ്മുടെ അസ്ട്രോണമേഴ്സ് ആട്ടോ. എല്ലാ സയൻറ്റിസ്റ്റും അസ്ട്രോണമേഴ്സിന് പ്രത്യേകത ഉണ്ട്. ഭയങ്കര നിരീക്ഷണങ്ങളായിരിക്കും ഇവർ, ആകാശത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നല്ലേ. ആസ് യു നോ, സയൻറ്റിസ്റ്റ് ആർ നോ കണ്ടക്ടിങ് ഓൾ ദീസ് എക്സ്പീരിമെൻറ്റ്സ് ടു ഫൗണ്ട് എനിവർ എൽസ് യൂണിവേഴ്സ്. നാച്ചുറലി ദ ഈസിയർ ഓഫ് എക്സ്പ്ലോർ അവർ ഓൺ സോളാർ സിസ്റ്റം ഫോർ സൈൻ ഓഫ് ലൈഫ് ദാൻ പ്രോബ്സ് അവർ സ്പേസ്. നമ്മുടെ സോളാർ സിസ്റ്റം, അതായത് നമ്മുടെ സൂര്യനും ഗ്രഹങ്ങളൊക്കെ തമ്മിലൊരു സോളാർ സിസ്റ്റം, അത് സംബന്ധിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് വൺ ഓഫ് ദ പ്ലേസ് വേർ സം scientists believe from the might be found the planet Mars. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ചൊവ്വാഗ്രഹത്താണ്, മാർസിനെ പറ്റിയാണ്. അങ്ങനെ മാർസ് then considered to a sort of wine and salt planet Earth, the next planet beyond Earth in distance from the sun. നമ്മുടെ സൂര്യനിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുന്ന ഭൂമി, സൂര്യനിൽ നിന്ന് മൂന്നാമത്തെ ഗ്രഹം കണ്ടോ ആണ് ഭൂമി. ഭൂമിയുടെ തൊട്ടടുത്താണ് ആര് സ്ഥിതി? നമ്മുടെ മാർസ്, ചൊവ്വാഗ്രഹം. അപ്പോൾ മാർസ് ഈസ് അബൌട്ട് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആൻഡ് റോട്ടസ് അറൌണ്ട് ദ സൺ ഇസ് ജസ്റ്റ് അണ്ടർ 2 years. ബട്ട് മാർസ് ഹാസ് ഡേ ടു ഡേ ഓൾമോസ്റ്റ് ഈക്വൽ ടു ലെങ്ത് ഓഫ് അവർ ഡേ ഓൺ ദി എർത്ത്. ഒബ്സർവിങ് ദ മാർസ്. അപ്പോൾ പ്രധാനമായി ഒബ്സർവ് ചെയ്യാണ് മാർസ്, നമുക്ക് സൂര്യനെ നമ്മൾ ഭൂമിയെ തൊട്ട് കറങ്ങുന്നത് എന്താണെന്നൊക്കെ. ആസ്ട്രോണമേഴ്സ് ഹാവ് നോട്ടീസ് ടു കണ്ടെയ്ൻ തിങ്സ് ഓഫ് ഇൻഡിക്കേറ്റ്സ് ഫ്രം മേ ബി പോസിബിൾ ദർ. ഫസ്റ്റ് ഓഫ് ഓൾ, മാർസ് ഹാസ് സീസൺ ടു ലൈക്ക് ടു എർത്ത്. ഇൻ ഫാക്ട് സീസൺ ചേഞ്ച് ഇൻ മാർസ്. നമ്മുടെ ഭൂമിയും ചൊവ്വാഗ്രഹവും തമ്മിൽ സീസൺലി എന്താണ്? ഇവർ അവിടെ ഭൂമിയിൽ ഇപ്പോൾ ജീവനുണ്ടോ, ജീവനില്ലേ? അവിടെ കാണുന്ന ഗ്രീൻ എന്താണ്? ടു സീൻ ദ ചേഞ്ചസ് ഓഫ് ദ സർഫേസ്, അതിൻ്റെ ഉപരിതലം. സർഫേസ് പറയുന്ന ഉപരിതലത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ദ ഡാർക്ക് ഏരിയ ഗെറ്റ് സ്ട്രോങ്ങർ ടു സ്പ്രിങ് ഓർ സമ്മർ. ഡാർക്ക് ഏരിയ കാണുമ്പോൾ സ്പ്രിങ് ആണോ, മീൻസ് വസന്തം. നമുക്കിവിടെ കുറേ കാലം ഗ്രീഷ്മ, വസന്തം, സമ്മർ സീസൺ, കുറേ സീസണലി കാര്യങ്ങളുണ്ട്. അതേപോലെ മാർസിലുണ്ടോ സമ്മർ ഉണ്ടോ, സ്പ്രിങ് സീസൺ ഉണ്ടോ? ആൻഡ് കളർ ഓഫ് ചേഞ്ചസ് ഫ്രം ഗ്രീൻ ഓർ ടു യെല്ലോ. നമുക്കറിയാം ഭൂമിയുടെ നമ്മൾ ജസ്റ്റ് വരയ്ക്കുമ്പോൾ ഭൂമിയിൽ ഗ്രീൻ കളർ എന്താ? സമുദ്രം, കൂടുതൽ വെള്ളമാണ്, അപ്പോൾ ഗ്രീനാണ് കാണിക്കുക. അതേപോലെ ഇതിലെന്താ ഈ ഗ്രീൻ എന്താണ്? യെല്ലോ മീൻസ് നമ്മളിവിടെ വരയ്ക്കുമ്പോൾ യെല്ലോ കാണുമ്പോൾ ഫീൽഡ്, വയൽ, അല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും ഭൂമിയെ നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൽ യെല്ലോ എന്താണ്? കുഡ് ദിസ് ബി വെജിറ്റേഷൻ? അത് വെജിറ്റബിൾ ആണോ? വെജിറ്റേഷൻ മീൻസ് കാർഷിക രീതിയിലുള്ള പച്ചപ്പ് കാണുന്നതാണോ? വെജിറ്റബിളൊക്കെ നട്ടു നിർത്തി അങ്ങനത്തെ ഒരു സംഭവമാണോ? ഗ്രീനറി ആണോ? എന്താ കാണുന്നതെന്ന് അവിടെ ജീവനുണ്ടോ, മനുഷ്യരുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള ഡൗട്ട്സ് ആണ്. ആസ്ട്രോണമേഴ്സ് ഓൾസോ ബിലീവ്സ് ദാറ്റ് ദർ ഇസ് എ ലീസ്റ്റ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയർ ഓഫ് മാർസ്. അവിടെ എന്തുണ്ടോ?
അവിടുത്തെ അന്തരീക്ഷത്തിൽ ജലമുണ്ടോ, മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണമല്ലോ, സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഫുൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ അസ്ട്രോണമി എന്നുള്ള കാര്യം. അപ്പം മിസ് ഈ പറഞ്ഞത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസിൽ, അത് ഒബ്സർവേഷൻ ഓഫ് അസ്ട്രോണമേഴ്സുമാണ്. 2 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒരുമിച്ച് ഒരു ഇതിൽ കണ്ടന്റിൽ വരുന്നത് അല്ലേ. ഒബ്സർവേഷൻ ഓഫ് അസ്ട്രോണമേഴ്സ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ഈ 2 മാസം നമ്മൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ 2 യൂണിറ്റ് ബേസിലാണ് നമ്മുടെ ഫസ്റ്റ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് ആസ്ട്രോണമി ആൻഡ് മറ്റൊന്ന് തിമ്മക്ക. 2 യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 പാസേജ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഈ 2 പാസേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ.